ഹായ് സുഹൃത്തുക്കളെ, നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഇപ്പോൾ പല രാജ്യങ്ങളിലും യുദ്ധം നടക്കുകയാണ്. അമേരിക്കയും ഇസ്രായേലും കൂടി ഇറാനെ ചൊറിയാൻ പോയി. പക്ഷേ സംഭവിച്ചെന്താണ്? ഇറാൻ തിരിച്ച് അവരെ മൊത്തത്തിൽ മാന്തിക്കളഞ്ഞു. ഇപ്പോൾ ഇസ്രായേൽ ഒരുപാട് ഡ്രോൺ അറ്റാക്ക് നടക്കുന്നുണ്ട്. അവരുടെ പല ടെക്നിക്കുകളും ഇപ്പോൾ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലാണ്. അതേപോലെ തന്നെ ഇസ്രായേൽ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ, കുഞ്ഞു മക്കൾ പഠിക്കുന്ന സ്കൂളിൽ പോലും ബോംബിട്ട് പിഞ്ചു കുഞ്ഞുങ്ങളെ കൊല്ലുകയാണ്. നമുക്ക് ഏറ്റവും വെറുക്കേണ്ട ഒരു രാജ്യമാണ് ഇസ്രായേൽ. കാരണം എന്ന് വെച്ചാൽ, ഇപ്പോൾ അവർ ചെയ്ത യുദ്ധമൊക്കെ നമുക്കറിയാം. എല്ലാ യുദ്ധത്തിലും സാധാരണ ജനങ്ങളെയാണ് അവർ കൊല്ലുന്നത്. അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അവർ വെറും ഭീരുക്കളാണ്. നല്ല യുദ്ധതന്ത്രം അറിയുന്ന ആൾക്കാരോട് ഫൈറ്റ് ചെയ്ത് അവർക്ക് വിജയിക്കാൻ പറ്റുന്നില്ല. അതേപോലെ തന്നെ ഇപ്പോൾ ഇറാൻ അവരുടെ എല്ലാ മിസൈലുകളും പുറത്തെടുത്തിരിക്കുകയാണ്. ഇനി എന്താണ് സംഭവിക്കുന്നത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ഓൾറെഡി നമ്മളെല്ലാവരും വിലക്കയറ്റത്തിൻ്റെ നടുവിൽ പെട്ടിരിക്കുകയാണ്. ഇനി വരുന്ന കാലം എല്ലാവർക്കും വളരെയേറെ ചിന്തിക്കേണ്ടി വരും. കാരണം എന്താ വെച്ചാൽ, ഇനി വിലക്കയറ്റത്തിൻ്റെ നാളായിരിക്കും. വിലക്കയറ്റം എങ്ങനെ വരുമെന്ന് പറഞ്ഞാൽ, നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളുടെ പ്രൊഡക്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നത് റോഡ് മാർഗമാണ്. അപ്പോൾ ആ സമയത്ത് നമ്മളുടെ ഡീസൽ, അതേപോലെ തന്നെ CNG, എല്ലാ കാര്യത്തിനും ഇപ്പോൾ വില കൂടും. വില കൂടിക്കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ ചാർജും കൂടും. ട്രാൻസ്പോർട്ടേഷൻ ചാർജ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഓരോ വരുന്ന സാധനത്തിനും മൊത്തത്തിൽ വില കൂട്ടും. ഇനിയുള്ള ജീവിതം നമ്മളുടെ ഒരുപാട് കഷ്ടത്തിൽ അനുഭവിക്കേണ്ടി വരും. കാരണം എന്ന് വെച്ചാൽ, നമ്മൾ ഈ ചുരുങ്ങിയ വരുമാനം കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. മിഡിൽ ക്ലാസ് ഫാമിലി ഏകദേശം ഇന്ത്യയിൽ 75% ഈ 75% മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. ഈ മിഡിൽ ക്ലാസ് ഫാമിലി ജീവിക്കണമെങ്കിൽ മിനിമം അവർക്ക് അവരുടെ വരുമാനം ഇപ്പോൾ കിട്ടുന്നില്ല. അപ്പോൾ ഇനിയുള്ള കാലം നമ്മൾ ശ്രദ്ധിച്ച് ജീവിക്കുക. ഒരുപാട് ആർഭാടങ്ങളൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ ജീവിക്കാൻ നോക്കുക. എന്നാലേ നമ്മളുടെ കുട്ടികൾക്കും ഭാവി തലമുറകൾക്കും അവർക്ക് ഒരു നല്ല രീതിയിൽ ജീവിക്കാൻ ഫ്യൂച്ചറിൽ പറ്റത്തുള്ളൂ.